നാടോടിക്കഥകളിലും ഐതിഹ്യങ്ങളിലും ഏറെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് ചാത്തൻ അഥവാ കുട്ടിച്ചാത്തൻ. സിനിമകളിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കഥാപാത്രത്തിന് യഥാർത്ഥ ഐതിഹ്യങ്ങളിൽ സങ്കീർണമായ ചരിത്രമുണ്ട്. പ്രധാനമായും രണ്ട് തരം കഥകളാണ് ചാത്തനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. വിഷ്ണുമായ ചാത്തൻ. പുരാണങ്ങളനുസരിച്ച് പരമശിവനും പാർവതിയും വള്ളുവനും വള്ളുവത്തിയുമായി വേഷം മാറി കാട്ടിൽ വേട്ടയ്ക്ക് പോയപ്പോൾ അവരുടെ മകനായി പിറന്നതാണ് വിഷ്ണുമായ ചാത്തൻ. മായാവിദ്യകളിൽ അതിസമർത്ഥനായ ഈ കുട്ടിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ മഹാവിഷ്ണു തന്റെ മായാരൂപം സ്വീകരിച്ച് വിഷ്ണുമായ സ്വാമി എന്ന പേര് നൽകി. കൂളിവാക എന്ന സ്ത്രീയെ ഭൃഗാസുരൻ എന്ന അസുരൻ സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ വിഷ്ണുമായ ചാത്തൻ തന്റെ സഹോദരനായ കരിങ്കുട്ടിയെയും കൂട്ടി അസുരസേനയുമായി യുദ്ധം ചെയ്തു. ഈ യുദ്ധത്തിൽ ചാത്തന്റെ വിരലിൽ നിന്ന് നിലത്തു വീണ രക്തത്തിൽ നിന്ന് 400 കുട്ടിച്ചാത്തന്മാർ പിറന്നുവെന്ന് ഐതിഹ്യമുണ്ട്. 10 ബ്രഹ്മാസ്ത്രങ്ങൾ വിഴുങ്ങി 10 കുട്ടിച്ചാത്തന്മാർ ആത്മഹത്യ ചെയ്തപ്പോൾ ബാക്കിയുള്ള 390 കുട്ടിച്ചാത്തന്മാർ അസുരസേനയെ നശിപ്പിച്ചു എന്നും കഥയുണ്ട്. അകവൂർ ചാത്തൻ. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് അകവൂർ ചാത്തൻ. കേരളത്തിലെ പ്രമുഖ താന്ത്രിക ബ്രാഹ്മണ കുടുംബമായ അകവൂർ മനയിലെ നമ്പൂതിരിക്ക് ദൈവാനുഗ്രഹത്താൽ ലഭിച്ച മകനാണ് ചാത്തൻ. നമ്പൂതിരിയുടെ ആചാരവിശ്വാസങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാൽ നമ്പൂതിരി അദ്ദേഹത്തെ ഹോമകുണ്ഡത്തിലിട്ട് ഹോമിച്ചു. അപ്പോൾ ആ ഹോമകുണ്ഡത്തിൽ നിന്ന് അനേകം ചാത്തന്മാരുണ്ടായി. അകവൂർ ചാത്തനുമായി ബന്ധപ്പെട്ട് പല കഥകളുമുണ്ട്. അതിലൊന്നാണ് ഓച്ചിറ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കഥ. നമ്പൂതിരി പാപമോചനത്തിനായി ഗംഗയിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ ചാത്തനെയും കൂടെ കൂട്ടി. ഗംഗയിൽ സ്നാനം ചെയ്തപ്പോൾ ചാത്തൻ ഒരു ചുരക്കയെ ഓരോ പുണ്യതീർത്ഥങ്ങളിലും മുക്കി. തിരിച്ചു വന്നപ്പോൾ നമ്പൂതിരിയുടെ പാപങ്ങൾ മുഴുവൻ നിറഞ്ഞ ചുരക്ക ചാത്തൻ കറിയിലിട്ടു. കൈപ്പുള്ള കറി കഴിച്ച നമ്പൂതിരിക്ക് താൻ ചെയ്ത പാപങ്ങൾ പൂർണ്ണമായും തീർന്നിട്ടില്ലെന്ന് മനസ്സിലായി. മനഃശുദ്ധി ഇല്ലാത്ത പാപമോചനം വ്യർത്ഥമാണെന്ന് ഈ സംഭവത്തിലൂടെ ചാത്തൻ നമ്പൂതിരിയെ പഠിപ്പിച്ചു. ലോക സിനിമയിലെ ചാത്തൻ. ലോക സിനിമയിൽ ഐതിഹ്യങ്ങളിലെ ചാത്തൻ കഥാപാത്രത്തെ പുനരാവിഷ്കരിക്കുകയാണ്. 369 എന്ന നമ്പറുമായി ബന്ധപ്പെട്ട വൈദ്യുതി ശക്തികളും മറ്റ് കഥാപാത്രങ്ങളെ സഹായിക്കുന്ന രൂപത്തിലുമാണ് സിനിമയിലെ ചാത്തനെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയിലെ ഈ കഥാപാത്രം ഐതിഹ്യങ്ങളിലെ ചാത്തന്റെ സ്വഭാവങ്ങളെ ആധുനിക കാലഘട്ടത്തിലേക്ക് മാറ്റിയെഴുതിയിരിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.